ഹലോ എവരി വൺ. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം കേട്ടോ. അപ്പോൾ കുറേ കാലമായി ഞാൻ വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്തിട്ട് ഒന്നുമല്ല മടി തന്നെ. എന്തോ ഒരു കിറുക്കിൽ യൂട്യൂബ് തുടങ്ങണം എന്ന് തുടങ്ങി പിന്നെ എന്തോ ഒരു കിറുക്കിൽ അങ്ങനെ നിന്നു. പക്ഷേ സ്റ്റിൽ ഇപ്പോൾ ഒന്ന് അപ്ലോഡ് ചെയ്യണം തോന്നി. അപ്പോൾ ഞാൻ മുന്നെടുത്ത് വെച്ചൊരു ചെമ്മീൻ ബിരിയാണിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ ഒന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ചെമ്മീൻ ക്ലീൻ ചെയ്യുന്ന പരിപാടി ഈസി ആണോ എന്ന് ചോദിച്ചാൽ ആണ്, ടഫാണോന്ന് ചോദിച്ചാൽ ആണ്. ഇറ്റ് ഡിപ്പെൻസ് ഓൺ ദ ചെമ്മീൻ അല്ലേ. അപ്പോൾ ഞാനിപ്പോൾ ചെമ്മീൻ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുന്ന എപ്പിസോഡാണ്. ഞാൻ കുറച്ച് ഉപ്പും കുറച്ച് സുറുക്കയൊക്കെ ഇട്ടിട്ട് നന്നായി ചെമ്മീൻ ക്ലീൻ ചെയ്തെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഉപ്പും സുറുക്കി ഇട്ടിട്ട് നന്നായി തിരുമ്മിയ ശേഷം വാട്ടർ ആക്കിയിരുന്നൊക്കെ അതിൻ്റെ കളറിന്നൊക്കെ അതിൻ്റെ അഴുക്ക് പോവുകയാണ്. എന്നിട്ട് 3-4 വട്ടം നന്നായി വാഷ് ചെയ്തെടുക്കുക. നല്ല വെള്ളത്തിൽ ഇതുപോലെ നന്നായി ഒലുമ്പി വാഷ് ചെയ്തെടുക്കുക കേട്ടോ. ശേഷം ഞാനതൊരു പാത്രത്തിലോട്ട് മാറ്റുകയാണ്. പിന്നെ കുറച്ച് മുളക് പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് ഉപ്പ്, പിന്നെ കുറച്ച് ഈ പറഞ്ഞ പോലെ സുറുക്ക, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് നന്നായി മാരിനേറ്റ് ചെയ്തിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാം. കുറച്ച് നേരം അവിടെ നിന്ന് സെറ്റ് ആവട്ടെ. ആ നേരം കൊണ്ട് നമുക്ക് ബിരിയാണിക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഞാനിവിടെ ഉള്ളി, പച്ചമുളക്, കുറച്ച് മല്ലിയിലൊക്കെ ആക്കി ശേഷം അതിനൊപ്പം ഞാൻ അരി എടുത്തു വെച്ചു. ഞാനിവിടെ 1 കപ്പ് റൈസാണ് വെക്കുന്നത് കേട്ടോ. അപ്പോൾ തന്നെ ഞാൻ അപ്പുറത്തോട്ട് പോയി ചെമ്മീനെ ഫ്രൈ ചെയ്യാൻ തുടങ്ങാമെന്ന് വിചാരിച്ചു. എന്നിട്ട് ചെമ്മീനവിടെ ഫ്രൈ ചെയ്യുകയാണ്. അതിങ്ങനെ ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ടിട്ട് നമ്മൾ പെട്ടെന്നാവുമല്ലോ, ഇത് ഫുള്ളി കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്തെടുത്താൽ മതി. അപ്പോൾ തന്നെ ബാക്കി നമ്മുടെ ദമ്മിൽ കിടന്നിട്ടുണ്ട് സെറ്റ് ആയിക്കോളും. അപ്പോൾ അപ്പുറത്തേക്കും കുറച്ച് തലയും കൂടി പിടിച്ചു, വെറുതെ ഇരിക്കുമ്പോൾ കഴിക്കാമല്ലോ. അങ്ങനെ ഇതാ തക്കാളി മാഷ് ചെയ്യാണ്. ഇതാ ടോട്ടൽ ഇൻഗ്രീഡിയൻസ് നമ്മുടെ തക്കാളി, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, നാരങ്ങ, ഉള്ളി, പച്ചമുളക്, പിന്നെന്താ ഞാൻ കണ്ടൊക്കെ തന്നെ. അങ്ങനെ ഞാൻ സ്റ്റവ് ഓണാക്കി അതിലോട്ട് ഉള്ളി ഇട്ടു നന്നായി വഴറ്റാൻ തുടങ്ങി. ഉപ്പൊക്കെ ഇട്ടിട്ട് പച്ചമുളക് ഉപ്പിട്ട് നന്നായി വഴറ്റിക്കൊണ്ടിരിക്കുക കേട്ടോ. അങ്ങനെ ഉള്ളി ഇപ്പോൾ നന്നായി വഴന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുത്തു. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കളർ എന്തെങ്ങനെയെന്ന് വെച്ചാൽ എനിക്കറിയില്ല, ഞാൻ അരച്ച് വെക്കാറാണ് പതിവ്. പച്ചമുളക് ഇട്ടുകൊണ്ടായിരിക്കും. അപ്പോൾ അതിൻ്റെ പച്ചമണം പോയപ്പോൾ ഞാൻ അതിലോട്ട് തക്കാളി അത് മാഷ് ആക്കിയിട്ടാണ് ഞാൻ ഇട്ടത്, കാരണം പെട്ടെന്ന് വഴന്ന് കിട്ടുമല്ലോ. ശേഷം ഞാൻ പൊടികൾ ആഡ് ചെയ്യാണ്. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി ഒന്നിട്ട് ഇളക്കിയിട്ട് അതിൻ്റെ ഒപ്പം ഗരം മസാലയും കൂടി ആവശ്യത്തിന് ആഡ് ചെയ്ത് വെക്കുക. ഗരം മസാലയാണ് കേട്ടോ അതിൻ്റെ ടേസ്റ്റിന് ഒന്നും കൂടി മുന്നിട്ട് വെക്കും. അപ്പോൾ അത് നന്നായി വഴറ്റിയ ശേഷം ഇലകൾ ആഡ് ചെയ്തെടുത്തു, മല്ലിച്ചപ്പ്, പുതിന ആഡ് ചെയ്ത് കൊടുത്ത് നന്നായി വഴറ്റിയെടുക്കുക. തക്കാളി നന്നായി വഴന്ന ശേഷമാണ് കേട്ടോ പൊടികൾ ആഡ് ചെയ്യാൻ പാടുള്ളൂ. പിന്നെ ഈ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയൊക്കെ കുറച്ച് ഷെയ്ഡാവും. അപ്പോൾ അങ്ങനെ നമ്മുടെ മസാല ഇവിടെ സെറ്റായി വന്നിട്ടുണ്ട്. എല്ലാം നല്ല സിങ്കായി വന്നപ്പോൾ നമ്മൾ അതിലോട്ട് ചെമ്മീൻ ഇട്ട് കൊടുത്ത് നന്നായി ഒന്ന് സോട്ട് ചെയ്തെടുത്തു, ഒന്ന് മിക്സ് ചെയ്തെടുത്തു. പിന്നെ നമ്മുടെ ലാസ്റ്റ് ബട്ട് നോട്ട് ദ ലീസ്റ്റ് നമ്മുടെ യോഗട്ട്, ഒരു 1.5 സ്പൂണോളം ഞാൻ യോഗട്ട് ഇതിലോട്ട് ആഡ് ചെയ്തിട്ട് നന്നായി വഴറ്റിയെടുത്തു. അങ്ങനെ വയന്ന് വന്ന സീനാണ് കേട്ടോ ഈ കാണുന്നത്. അങ്ങനെ മസാല റെഡിയായി, അതവിടെ ഇരിക്കട്ടെ. നമുക്കിന്ന് റൈസ് ഉണ്ടാക്കാം. അതിനാവശ്യമായിട്ടുള്ള 2 ടേബിൾ സ്പൂൺ നെയ്യ്, കുറച്ച് സൺഫ്ലവർ ഓയിൽ, പട്ട, ഗ്രാമ്പൂ, ഏലക്ക, ബേ ലീവ്സൊക്കെ ഇട്ടിട്ട് അതിന് ശേഷം ആവശ്യത്തിന് 1 കപ്പ് റൈസിന് 2 കപ്പ് വെള്ളം എന്നുള്ള തോതിൽ ആഡ് ചെയ്തു. നാരങ്ങ നീര് ആഡ് ചെയ്ത് കൊടുത്തു. ഉപ്പിട്ടിട്ട് നന്നായി ഇളക്കിയിട്ട് അതവിടെ ക്ലോസ് ചെയ്ത് വെച്ചു. ഞാൻ വെള്ളം നന്നായി തിളച്ച് വരുമ്പോൾ അതിലോട്ട് നമ്മുടെ റൈസ് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നന്നായി ഒന്ന് മിക്സപ്പ് ചെയ്തിട്ട് ക്ലോസ് ചെയ്ത് വെക്കുക. ക്ലോസ് ചെയ്തിട്ട് ഇടയ്ക്കൊന്ന് ഇങ്ങനെ ഇളക്കി കൊടുക്കണേ. ശേഷം ഈ അരിയും വെള്ളം ഒപ്പാകുമ്പോൾ നമ്മൾ അതിന് കുറച്ച് റൈസ് മാറ്റി വെച്ചു. അടിയിൽ റൈസ് ഇട്ടു, അതിന് മേലെ ചെമ്മീൻ, ദെൻ അഗെയിൻ റൈസ് ഇട്ടിട്ട് ദമ്മിട്ട് വെച്ചു. ദമ്മ പൊട്ടിച്ചപ്പോൾ ആഹാ എന്തൊരന്തസ്, നല്ല അടിപൊളി ചെമ്മീൻ ബിരിയാണി ഇവിടെ റെഡി ആക്കിയാണ്. എന്നിട്ട് മസാലയൊക്കെ നന്നായി അതിൻ്റെ മിക്സ് ചെയ്ത് സെറ്റായി. ഇനിയിപ്പോൾ ഇതിലെന്താ ഒരു കുറവ്, നമ്മുടെ സലാഡ്. അപ്പോൾ ഞാൻ കുറച്ച് സലാഡ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. കുറച്ച് ഉള്ളിയൊക്കെ ചോപ്പ് ചെയ്ത് അതിലോട്ട് കുറച്ച് നമ്മുടെ പച്ചമുളകൊക്കെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് കുറച്ച് ഉപ്പ് ഇട്ടു, യോഗട്ട് ഇട്ടു, ആസ് യൂഷ്വൽ എല്ലാവരും ഉണ്ടാക്കുന്ന പോലെ തന്നെ ഇതാ റെഡിയായി. വാ, ഇതിൻ്റെ ടേസ്റ്റ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ടേസ്റ്റി ബിരിയാണിയാണ്. എല്ലാവർക്കും റെസിപ്പി ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ടോപ്പ് മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ടാറ്റാ.